എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ 2 സൈഡ് കെട്ടുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നൈസ് അല്ലേ? അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ഹെയർ കെട്ടുമ്പോൾ അതെങ്ങനെ വോളിയം തോന്നിക്കുന്ന രീതി കെട്ടാം എന്നുള്ള ടിപ്സും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഹെയർ സ്റ്റൈൽ നമ്പർ 1 കാണാം. ആദ്യം നമ്മൾ കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാം. അതിനുശേഷം സാധാരണ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മുടിയും കൊണ്ട് എടുത്തല്ലേ ബുഷ് ഹെയർ, അതിന് പകരം മുകളിലത്തെ പകുതി ഭാഗം എടുത്തിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റബ്ബർ ബാൻഡ് ബുഷാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ യെല്ലോ കളറാണ്, പക്ഷെ യെല്ലോ കളറിലും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് ബ്ലാക്ക് കളർ യൂസ് ചെയ്യുമ്പോഴാണ്. ആദ്യം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബുഷ് ഓവറായിട്ട് ടൈറ്റ് ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ലൂസായി തന്നെ ടൈ ചെയ്താൽ മതി. അതിനുശേഷം താഴെ വരുന്ന ബാലൻസ് മുടിയില്ലേ, അത് കംപ്ലീറ്റ് എടുത്തിട്ട് അടുത്ത ബുഷ് വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് ടൈറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ മുകളിൽ കിട്ടുന്ന ബുഷ് അധികം ടൈറ്റ് ആവാതെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ടൈറ്റ് ആയി പോയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വലിച്ച് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് ഇറക്കിയാൽ മതി. ഇനി നമ്മൾ അതിൻ്റെ ഒരു സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. ആ ഹോളിൽ കൂടെ നമ്മുടെ ആദ്യം ടൈ ചെയ്ത മുടിയില്ലേ അത് താഴേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോള് കിട്ടും. അതിൻ്റെ അകത്ത് കൂടി താഴെ നമ്മൾ ടൈ ചെയ്ത് വെച്ചേക്കുന്ന മുടി മുകളിലേക്ക് എടുക്കണം. അതിനുശേഷം നമ്മുടെ ഹെയർ എല്ലാം നമ്മൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബുഷ് കെട്ടിയതൊന്നും കാണില്ല. ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇനി നോക്കിയേ, ഇങ്ങനെ കിട്ടുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഇതല്ലേ. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതും ഡബിൾ സൈഡ് പോലെ തന്നെയാണ്, പക്ഷെ ഡെയിലി ഇങ്ങനെ കിട്ടുമ്പോൾ ഇത് ലൂസ് ആവാനും ഉള്ളുകറവ് തോന്നിക്കാനും ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ വോൾമേസ് ആയിട്ട് കെട്ടാമെന്നാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് ബാങ്ക്സ് ഇടാം. ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, വേണമെങ്കിൽ വേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ മുടിയും കൂടി ഒരുമിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് ടൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബുഷ് തന്നെ എടുക്കുക. റബ്ബർ ബാൻഡ് ബുഷ് അല്ല, അല്ലാണ്ട് കുറച്ച് കട്ടിയുള്ള ബുഷ്. 2 ചിറ്റ് നോർമലായിട്ട് ചിറ്റുക. അത് കഴിഞ്ഞ് 3ാമത്തെ ചിറ്റ് ചുറ്റുമ്പോൾ നമ്മൾ കെട്ടിയ ഹെയറിന്റെ ഹാഫ് പോർഷൻ എടുക്കാം. എന്നിട്ട് അത് മാത്രമായിട്ട് വേണം ടൈ ചെയ്യാനായിട്ട്. പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും വീഡിയോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത് കെട്ടാൻ. ഇത് കെട്ടാൻ 1 മിനിറ്റ് പോലും വേണ്ട. അതിനുശേഷം മുടി നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ പഴയതിനേക്കാളും അത്യാവശ്യം നല്ല രീതിക്ക് വോൾമേസ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെയർ കെട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.